വേടൻ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയും ആ ഒരു പ്രതിനിധിയാണെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതിനിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയും ഇവർ ചെയ്യുന്ന ഒരു നാടകവും അല്ലെങ്കിൽ തന്തയ്ക്ക് പിറക്കാഴിക, ശുദ്ധമായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാഴികയാണിതെന്ന് ഞാൻ പറഞ്ഞാൽ ആരൊക്കെ അതിനെ എതിർക്കും? കാരണം സത്യം അത് തന്നെയല്ലേ. വേടനെതിരെ സംസാരിച്ചപ്പോൾ അത് എങ്ങും എത്തുന്നില്ല. പോലീസ് പോലും ആ മൊഴി തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളില്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ളൊരു സെക്സ് അല്ലെങ്കിൽ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അത് ബലാത്സംഗമല്ല എന്ന് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസ് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം? വേടനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെ സമ്മതപ്രകാരം. ഈ യുവ ഡോക്ടറിനോടൊപ്പം വന്നിരിക്കുന്ന ആളുകളും പറയുന്നത് മാധ്യമ സിൻഡിക്കേറ്റും അടിമകളും ചാണകം തിന്നുന്നവരും വിശ്വസിക്കാം. പക്ഷേ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ അണ്ണാക്കിലോട്ട് ഇത് കുത്തിക്കയറ്റാൻ ശ്രമിക്കരുത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളതാണ്. അവരെ ചോറാണ് തിന്നുന്നത്, ചാണകമല്ല തിന്നുന്നത്. തലയിൽ ചകിരിച്ചോറിന് പകരം തലച്ചോറുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് അവർക്ക് നെല്ലേതാണ് പതിരേതാണ് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ വേടൻ